ഗുഡ് ഈവനിങ് ഓൾ. നേറ്റർ സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ വരുന്ന DME സ്റ്റാഫ് നേഴ്സ് BSc പരീക്ഷ, അതുപോലെ തന്നെ April 26 നടക്കുന്ന DME DHS, അതുപോലെ തന്നെ NCA വേക്കൻസീസിന്റെ JPHN പരീക്ഷ, ഇതിനായൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് രണ്ട് എക്സാമിന്, JPHN എക്സാം ആയാലും DME സ്റ്റാഫ് നേഴ്സ് BSc പരീക്ഷ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് DME സ്റ്റാഫ് നേഴ്സ് BSc പരീക്ഷയ്ക്ക് ഒരു 10 മാർക്കും, അതുപോലെ JPHS DME DHS അതുപോലെ NCA വേക്കൻസി JPHN പരീക്ഷയ്ക്ക് 40ഓളം മാർക്ക് നമുക്ക് 100% ഉറപ്പിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. സോ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് സബ്ജക്ട് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നമുക്ക് നോർമലി 2 മാർക്ക് വരെ ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് എപ്പിഡമിയോളജി എന്ന് പറയുന്നത്. അല്ലെ, എപ്പിഡമിയോളജിയുടെ ഡെഫിനേഷൻ മുതൽ തന്നെ എക്സാം ക്വസ്റ്റ്യനുകളാണ്. അല്ലെ, ഫാദർ ഓഫ് എപ്പിഡമിയോളജി എന്ന് പറയുന്നത് ആരാ ഫാദർ ഓഫ് എപ്പിഡമിയോളജി? ജോൺ സ്നോ ആണ്. അല്ലെ, ജോൺ സ്നോ ആണ് ഫാദർ ഓഫ് എപ്പിഡമിയോളജി. അവിടെ മുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യനുകളാണ്. ഡെഫിനേഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ഓർ ഹെൽത്ത് ഇവന്റുകളാണ്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എപ്പിഡമിയോളജി എന്ന് പറയുന്നത്. ഈ എപ്പിഡമിയോളജി ഡെഫിനിഷൻ മുതൽ അങ്ങോട്ട് നിരത്തി ക്വസ്റ്റ്യനുകളാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ എപ്പിഡമിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ എപ്പിഡമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എക്സാം ചോദിക്കുന്ന കുറച്ച് ടെർമിനോളജികളുണ്ട്. അല്ലെ, എന്താണ് എൻഡമിക്, എന്താണ് പാൻഡമിക്, എന്താണ് എപ്പിഡമിക്, എന്താണ് സ്പൊറാഡിക്, ഇത് കൂടാതെ 1-2 ചില വളരെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റുകളുമുണ്ട്. എന്താണ് എക്സോട്ടിക്, എന്താണ് സൂണോസിസ്, എന്താണ് എപ്പോണ്ടിക്. ഇതിനെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട എക്സാം ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ടെർമിനോളജികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫെമിലിയർ ആണ്, എങ്കിലും കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യനുകൾ ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എക്സാം പോയിന്റുകളും പ്രീവിയസ് എക്സാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക് പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യം മുതൽ തന്നെ നോട്ട് എഴുതിയെടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എഴുതിയെടുത്ത് വേണം പഠിക്കാനായിട്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടു പഠിക്കാം. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് നഴ്സിംഗിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് 1 മാർക്ക് JPHN പരീക്ഷയ്ക്ക് 100% മാർക്കും 1 മാർക്കും, അതുപോലെ തന്നെ DME സ്റ്റാഫ് നേഴ്സ് BSc പരീക്ഷയ്ക്കും നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാവുന്ന കുറച്ച് ടെർമിനോളജികളാണ്. DHS JPHN പരീക്ഷയ്ക്കാണെങ്കിലും DME സ്റ്റാഫ് നേഴ്സ് BSc പരീക്ഷയ്ക്കാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാവുന്ന കുറച്ച് ടെർമിനോളജികൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പായിട്ടും 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. സോ എന്താണ് എപ്പിഡമിക്, എന്താണ് എൻഡമിക്, എന്താണ് പാൻഡമിക്, എന്താണ് സ്പൊറാഡിക്, കൂടാതെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ടെർമിനോളജികളും അതിന്റെ ഒരു 13ഓളം പ്രീവിയസ് ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് എപ്പിഡമിക്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇടയ്ക്ക് ചില രോഗങ്ങൾ ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഈ പത്രത്തിലൊക്കെ ഈ എപ്പിഡമിക് എന്ന് പറയുന്ന വാക്ക് കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആ ഡെഫിനിഷനിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട 1-2 വേർഡുകളുണ്ട്. അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റൈസ് ഇൻ നമ്പർ ഓഫ് കേസസ്, അല്ലെങ്കിൽ സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കേസസ് ആണ്. ഒരു രോഗം ഭയങ്കരമായിട്ട് എണ്ണം കൂടുകയാണ്, ആ ഒരു സാഹചര്യത്തെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു രോഗം വളരെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അളവിൽ കൂടുതലായിട്ട് എണ്ണം ഉണ്ടാകുന്ന സാഹചര്യത്തെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. സോ സഡൻ ഇൻക്രീസ് ആണ്. സോ സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കേസസ് വിച്ച് ഇസ് ക്ലിയർലി ഇൻ എക്സസ് ഓഫ് എക്സ്പെക്ടഡ് occurrence. നോർമലി ഉണ്ടാകുന്നതിലും വളരെ പെട്ടെന്ന് ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. അൺയൂഷ്വൽ ഒക്യുറൻസ് ആണ്. ഒരു നോർമലി 10 കേസ് ഉണ്ടാകുന്ന സ്ഥാനത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു 100 കേസ് ഒറ്റയടിക്കാൻ ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ പറ്റുമോ? എ റൈസ് ഇൻ നമ്പർ ഓഫ് കേസസ്, സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കേസസ് വിച്ച് ഇസ് ക്ലിയർലി ഇൻ എക്സസ് ഓഫ് എക്സ്പെക്ടഡ് ഒക്യുറൻസ്, അല്ലെങ്കിൽ അൺയൂഷ്വൽ ഒക്യുറൻസ് ആണ് കേട്ടോ. നിശ്ചിതമായിട്ട് പെട്ടെന്ന് നമ്പർ ഓഫ് കേസസ്, ആ രോഗത്തിന്റെ എണ്ണം, രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്ന കണ്ടീഷനാണ്, സാഹചര്യത്തെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. സഡൻ ഇൻക്രീസ് ആണ്, അതുപോലെ തന്നെ
ക്ലിയർലി ഇൻ എക്സസ് ഓഫ് എക്സ്പെക്ടഡ് ഒക്യുറൻസ് ആണ്, അല്ലെങ്കിൽ അൺയൂഷ്വൽ ഒക്യുറൻസ് ആണ്. സ്വാഭാവിക മുമ്പ് സംഭവിക്കുന്നതിനേക്കാളും അപ്രതീക്ഷിതമായിട്ട് വളരെയധികം കേസുകളുടെ എണ്ണം, ആ രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യമാണ് എപ്പിഡമിക്. കിട്ടി? സോ സഡൻ ഇൻക്രീസ് ഇൻ കേസസ് സ്പ്രെഡിങ് ത്രൂ എ ലാർജ് പോപ്പുലേഷൻ ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ ലൈക്ക് എ കൺട്രി. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് മാത്രം ഒരു രോഗം ഭയങ്കരമായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്, അപ്രതീക്ഷിതമായിട്ട് വളരെയധികം കേസുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യുക, സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ആണ്, എക്സസ് ഓഫ് എക്സ്പെക്ടഡ് ഒക്യുറൻസ് ആണ്. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. കിട്ടിയോ? രണ്ടാമത്, മോർ ദാൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിനും കേസുകളുടെ എണ്ണം കൂടുമ്പോഴാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ചതിലും ഒരു 2 അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് ഉണ്ടാകുന്ന കേസുകളുടെ എണ്ണത്തിലും ഒരു 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മുകളിൽ കേസുകളുടെ എണ്ണം കൂടുമ്പോഴാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നമ്മൾ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുമ്പോൾ തന്നെ ഓർക്കണം, ഈ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ നമ്മൾ മൈക്രോസെഫാലി മാക്രോസെഫാലി എന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഓർക്കണം, അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് കേസസ് ഇവിടെ എന്ത് ചെയ്യാണ്, വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാണ്. സഡൻ ആയിട്ട് വളരെ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു 5 കേസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഒരു 50 കേസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു 10 കേസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത്, നോർമലി ഉണ്ടാകുന്ന സ്ഥാനത്ത് പെട്ടെന്ന് ഒരു 100 കേസ് ഒക്കെ ഉണ്ടാവുകയാണ്. അപ്രതീക്ഷിതമായിട്ട് വളരെയധികം രോഗികളുടെ എണ്ണം, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ എണ്ണം, അല്ലെങ്കിൽ രോഗം പടർന്നു പിടിക്കുന്നതിന്റെ എണ്ണം കൂടുന്ന സാഹചര്യത്തെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. കിട്ടിയോ? എക്സാമ്പിൾ, വെസ്റ്റ് ആഫ്രിക്കൻ എബോള വൈറസ് ഇൻഫെക്ഷൻ. ഇതൊക്കെ പെട്ടെന്ന് പടർന്നു പിടിക്കുക ഒരു സ്പെസിഫിക് ഏരിയയിൽ. ക്ലിയർ ആണോ? അപ്പൊ അതുകൂടി ഓർത്തോണം, ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു പർട്ടിക്കുലർ ഏരിയ, ഒരു സ്ഥലം, ഒരു കമ്മ്യൂണിറ്റി ഏരിയ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ലൈക്ക് ഒരു രാജ്യത്തിനകത്ത് മാത്രം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു എപ്പിഡമിക് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇതിന്റെ കൂടെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഔട്ട് ബ്രേക്ക്. എപ്പിഡമിക് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. എന്ന് പറയാൻ എന്താ അതിന്റെ ഡെഫിനിഷൻ? ഈ ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാലും ഒരു എപ്പിഡമിക് തന്നെയാണ്, പക്ഷെ വളരെ ചെറിയ തോതിൽ ഒരു ചെറിയൊരു ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ മാത്രം, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം, ഒരു ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സ്മോൾ എപ്പിഡമിക്കിനെയാണ് നമ്മൾ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. കിട്ടിയോ? രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ അഫക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കേസസ് ആണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. സോ ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ എപ്പിഡമിക്, ഒരു ലോക്കലൈസ്ഡ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ള എപ്പിഡമിക്കിനെയാണ് ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ഡെഫിനേഷൻ എപ്പിഡമിക് എന്താണ്, ഔട്ട് ബ്രേക്ക് എന്ന്. അടുത്തത് എൻഡമിക്. എൻഡമിക്, എപ്പിഡമിക്, ദെൻ ഔട്ട് ബ്രേക്ക്. മൂന്നാമത്തത് എൻഡമിക്. എന്താ എൻഡമിക് എന്ന് പറഞ്ഞാൽ? ഒരു എൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡമിക് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു രോഗം അതിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഒരു സ്ഥിരമായിട്ട് ഒരു പെർട്ടിക്കുലർ കേസസ് അവിടെ ഉണ്ട്, അവിടെ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ക്ലിയർ ആയിട്ട് വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളാം. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഗ്രൂപ്പിനകത്ത് ഒരു രോഗം കോൺസ്റ്റന്റ് ആയിട്ട് പ്രസന്റ് ആണ്. ഈ വേർഡാണ് അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഓർ ഇൻഫെക്ഷ്യസ് ഏജന്റ് വിത്തിൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ ഓർ പോപ്പുലേഷൻ ഗ്രൂപ്പ്. അണ്ടർലൈൻ ചെയ്യണം, കോൺസ്റ്റന്റ് പ്രസൻസ് ആണ്. സ്ഥിരമായിട്ട് ആ രോഗം അവിടെ ഉണ്ട്, പക്ഷെ നമ്പർ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച ഒരു 10 കേസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 10 കേസ് അവിടെ ഉണ്ട്, അടുത്ത മാസം ഒരു 10 കേസ് അവിടെ ഉണ്ട്, അതിന് മുന്നത്തെ മാസം ഒരു 10 കേസ് അവിടെ ഉണ്ടായിരുന്നു. ആ കേസസ്, നമ്പർ ഓഫ് കേസസ് അവിടെ ഉണ്ടാവും. ഇപ്പൊ രോഗികളുടെ എണ്ണം, ഇപ്പം രോഗം പൂർണ്ണമായി അല്ലെ കുറഞ്ഞവരുണ്ടെങ്കിലും പുതിയതായിട്ട് ഇതുപോലെ ആൾക്കാർക്ക് രോഗം ഉണ്ടാകുന്നുണ്ടാകും. ക്ലിയർ? അവിടെ ഓർക്കേണ്ടത് നമ്പർ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, വളരെ വ്യത്യാസം സംഭവിക്കുന്നില്ല. ഒരു നോർമൽ എണ്ണം രോഗികൾ അവിടെ, ആ കേസസ് അവിടെ ഉണ്ട്, ആ സ്ഥലത്ത്, ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഗ്രൂപ്പിൽ ഈ ഒരു നമ്പർ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 10 കേസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു 10-11 കേസ് അവിടെ ഉണ്ടാവും, അടുത്ത ആഴ്ചയും 11-12 കേസ് അവിടെ ഉണ്ടാവും. ക്ലിയർ ആണ്? ഒരു മാസം മുന്നേ ആണെങ്കിൽ അവിടെ ഒരു 10-12 കേസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അതിന് അങ്ങനെയുള്ള കണ്ടീഷനാണ് എൻഡമിക് എന്ന് പറയുന്നത്. എൻഡമിക് ഡിസീസസ്. കിട്ടിയോ? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഓർ ഇൻഫെക്ഷ്യസ് ഏജന്റ് വിത്തിൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പൊ അണ്ടർലൈൻ ചെയ്തതാണ്, കോൺസ്റ്റന്റ് പ്രസൻസ് ആണ്
അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് കേസസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അല്ലെ, രോഗിയുടെ എണ്ണവും കോൺസ്റ്റന്റ് ആണ്, വലിയ ചേഞ്ച് ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച 10 ഉണ്ടെങ്കിൽ ഇപ്പോഴും 10 ഉണ്ട്, ഇനി ഒരു മാസം കഴിഞ്ഞാൽ അവിടെ 10 ഉണ്ടോ? രോഗം പുതിയ ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതുപോലെ രോഗികളുടെ എണ്ണം എന്താണ്, രോഗം റിക്കവർ ചെയ്യുന്നവരുടെ എണ്ണം അവിടെ ക്ലിയർ അല്ലേ? അപ്പോ എണ്ണം ഈക്വൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട് അവിടെ. പക്ഷെ നമ്പർ ഓഫ് കേസസ് അവിടെ കോൺസ്റ്റന്റ് ആണ്, ഇൻക്രീസ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഹിമാലയൻ ഗോയിറ്റർ എന്ന് വെക്കും. ഹിമാലയൻ റീജിയനിൽ അവിടെ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ പഠിക്കുന്നതാണ്. അതിന് അവരവിടെ അയഡിൻ അല്ലെ കോമൺ സോൾട്ടിനെ മാറ്റിയിട്ട് അയഡൈസ്ഡ് സോൾട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം കൊണ്ടുവന്നതും ഒക്കെ നമ്മൾ പഠിച്ചവരാണ്, മറന്നു പോകരുത്. അതിന്റെ വർഷങ്ങൾ ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൺസ്യൂമർ ലെവലിലെ അളവ്, പ്രൊഡക്ഷൻ ലെവൽ അയഡിന്റെ അളവ്, ഇതൊക്കെ നമ്മൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചതാണ്, മറന്നു പോകരുത്. ആ ഒരു ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ ഓർത്താൽ, പിന്നെ മറ്റു കുറെ ഡിസീസുകളുണ്ട്, അത്രയും ഓർത്ത് വയ്ക്കാം. അപ്പൊ ഹിമാലയൻ ഗോയിറ്റർ, ബെൽറ്റ്, അതുപോലെ മലേറിയ പോലെ ഡിസീസ് ഒക്കെ അങ്ങനെ എൻഡമിക് ഡിസീസസിനകത്ത് വരുന്നതാണ്. 10ഓളം ഡിസീസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കാം. അറിയേണ്ടത് എൻഡമിക് ഡിസീസസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. എൻഡമിക് ഡിസീസസ് 2 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകുന്ന 2 എക്സാം പോയിന്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് ഇസ് ഹൈപ്പർ എൻഡമിക് ഡിസീസസും ഹോളോ എൻഡമിക് ഡിസീസസ്. ഹൈപ്പർ എൻഡമിക് ഡിസീസസ് ആൻഡ് ഹോളോ എൻഡമിക് ഡിസീസസ്. ഹൈപ്പർ എൻഡമിക് എന്ന് പറഞ്ഞാൽ ഈ ഡിസീസ് അവിടെ എൻഡമിക് ഡിസീസ് നമുക്ക് അറിയാം, അത് കോൺസ്റ്റന്റ്ലി പ്രസന്റ് ആണ്. ഹൈ ഇൻസിഡൻസ് ആൻഡ് ഓർ പ്രിവാലൻസ് റേറ്റ് ആയിരിക്കും. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് ന്യൂ കേസസിന്റെ എണ്ണമാണ്. പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് ആണ്, അല്ലെ? സോ അതിന്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എൻഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഒരുപോലെ അഫക്ട് ചെയ്യും. അതാ കുട്ടികളുടെയും മുതിർന്നവരെയും ഏജിലായിട്ടുള്ളവരെയും എല്ലാം ഒരുപോലെ അഫക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പർ എൻഡമിക് ഡിസീസസ്. ഹൈപ്പർ എൻഡമിക് ഡിസീസ് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഒരുപോലെ അഫക്ട് ചെയ്യും. ഹോളോ എൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞാലോ, ഇവിടെ ഏർലി ലൈഫിലാണ്, അല്ലെങ്കിൽ കുട്ടികളെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. ഹോളോ എൻഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് ഇൻഫെക്ഷൻ ബിഗിനിങ് ഏർലി ഇൻ ലൈഫ് ആൻഡ് അഫക്ടിങ് മോസ്റ്റ് ഓഫ് ദ ചൈൽഡ് പോപ്പുലേഷൻ. കുട്ടികളെയാണ് ഇവിടെ അഫക്ട് ചെയ്യുന്നത് കൂടുതലായിട്ട്. അഡൽട്ട് പോപ്പുലേഷൻ അഫക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അധികം എവിഡൻസ്, ഡിസീസസിന്റെ എവിഡൻസ് കുട്ടികളെക്കാളും വളരെ കുറച്ചായിരിക്കും അവർ കാണിക്കുന്നത്. അഡൽട്ട്, മുതിർന്നവര്. കുട്ടികളായിരിക്കും കൂടുതലായിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസസ് കാണിക്കുന്നത്. സോ അപ്പൊ ഹോളോ എൻഡമിക് ഓർത്ത് വയ്ക്കുക, കുട്ടികളെയാണ് അത് കൂടുതലായിട്ട് ഡിസീസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഫോർ ഹൈപ്പർ എൻഡമിക് ആണെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഒരുപോലെയാണ് അഫക്ട് ചെയ്യുന്നത്. കിട്ടിയോ? കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഓർ ഇൻഫെക്ഷ്യസ് ഏജന്റ് വിത്തിൻ എ ഗിവൻ ജിയോഗ്രഫിക്കൽ ഏരിയ ഓർ പോപ്പുലേഷൻ ഗ്രൂപ്പ്. എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേസസ് അവിടെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, വലിയ ചേഞ്ച് അവിടെ ഉണ്ടാവില്ല. എന്നാൽ എപ്പിഡമിക്കിലാണെങ്കിൽ സഡൻ നമ്പർ ഓഫ് കേസസ് ഇൻക്രീസ് ആയിരിക്കും. സ്പൊറാഡിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്കാറ്റേർഡ് അബൌട്ട് എന്ന്. സ്കാറ്റേർഡ് അബൌട്ട് എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറി കിടക്കുക, ഇറഗുലർ ആയിട്ട്, അല്ലെങ്കിൽ ഹഫാസാറ്റ്ലി ആൻഡ് ഇൻഫ്രീക്വന്റ്ലി ഫ്രം ടൈം ടു ടൈം. അതായത് ഒരു രാജ്യത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിൽ, ഇപ്പം രാജസ്ഥാനിലെ ഒരു സ്ഥലത്ത് കുറച്ചുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തമിഴ്നാട്ടിലെ കുറച്ച് സ്ഥലത്ത്, അല്ലെങ്കിൽ അടുത്ത ഗുജറാത്തിന്റെ സ്ഥലത്ത്, അടുത്ത കുറച്ച് കേരളത്തിൽ കുറച്ച് കേസ്, ഇങ്ങനെ അവിടെ 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 ആയിട്ട് കുറച്ച് കേസുകൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഒരേ ടൈമിലൊന്നും ആയിരിക്കില്ല, പല സമയത്തായിരിക്കും. അതിനെയാണ് ഇറഗുലർലി, ഹഫാസാറ്റ്ലി ആൻഡ് ഇൻഫ്രീക്വന്റ്ലി ഫ്രം ടൈം ടു ടൈം. ഓരോ സമയം അനുസരിച്ച് ഇങ്ങനെ മാറി കുറച്ച് കേസ് അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കേസസിനെ വിളിക്കുന്ന പേരാണ് സ്പൊറാഡിക്. സ്പൊറാഡിക് എന്ന് പറയാൻ സ്കാറ്റേർഡ് അബൌട്ട്, ചിന്നിച്ചിതറി കിടക്കുക, അവിടെ ഇവിടെയും കുറച്ച് കേസുകൾ മാത്രം. ക്ലിയർ ആണോ? അത് ഒരേ സമയം ആയിരിക്കില്ല. എക്സാമ്പിൾ പോളിയോ, ടെറ്റനസ്, അതിൽ ഹെർപ്പസ് സോസ്റ്റർ ഇൻഫെക്ഷൻ, ഇതെല്ലാം സ്പൊറാഡിക്കിന് എക്സാമ്പിൾ ആണ്. കിട്ടിയോ? അപ്പൊ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ സഡൻ ഇൻക്രീസ് ഇൻ കേസ് ആണ്. എൻഡമിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ആണ്. സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് അബൌട്ട് ആണ്, പല സ്ഥലത്ത് ഇറഗുലർ ആയിട്ട്, ഇൻഫ്രീക്വന്റ് ആയിട്ട്, ഹഫാസാറ്റ്ലി, ടൈം ടു ടൈം കുറച്ച് കേസുകൾ അവിടെ ഇവിടെ ഉണ്ടാകുന്നതിനെയാണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്. ക്ലിയർ? ആ പോയിന്റ് മനസ്സിലാക്കി തന്നെ ഒറ്റ ഒരു ഡൗട്ട് വരരുത് ആ പോയിന്റിൽ. എക്സാമിന് നെഗറ്റീവ് മാർക്കിൽ പോകരുത്. കൃത്യമായിട്ട് മീനിങ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എക്സാം പോയിന്റ് മനസ്സിലാക്കി, എക്സാം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ഐഡിയയിൽ സ്ട്രെസ് ചെയ്യുന്ന കൂടുതലായിട്ട്. പാൻഡമിക് അറിയാത്ത ഒരാളും ഈ കാലത്ത് ഉണ്ടാവില്ല, അല്ലെ? കാരണം നമ്മൾ അത്രമാത്രം വലിയൊരു പാൻഡമിക്കിനെ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നവരാണ്, അല്ലെ? COVID-19 എന്ന് പറയുന്ന വലിയൊരു പാൻഡമിക്. സോ ആ പാൻഡമിക് എന്ന വേർഡ് ഒരാൾക്കും മറക്കാൻ കഴിയില്ല.
COVID-19 മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പാൻഡമിക് എന്ന് പറഞ്ഞാൽ എൻഡമിക് എന്നല്ല എടുക്കാൻ തെറ്റിപ്പോയത്. ഇറ്റ് ഈസ് എ എപ്പിഡമിക് ആണ്. An epidemic usually affecting a large population, underline ചെയ്യണം, large population over a wide geographical area. ഒരു വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ അഫക്ട് ചെയ്യുന്നത് ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒക്കറിംഗ് ഓവർ എ വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻ വെറൈറ്റി ഓഫ് കൺട്രീസ്, അല്ലെ മറ്റ് രാജ്യങ്ങൾ അത് മറ്റ് കോണ്ടിനെന്റുകൾ ഇതിനൊക്കെ അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനൊരു പാൻഡമിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതർ കൺട്രീസ് അഫക്ട് ചെയ്യും, അതർ കൺട്രീസ്, അതുപോലെ അതർ കോണ്ടിനെന്റ്സ്, അത് ഓർത്ത് അതർ കൺട്രീസ്, അതർ കോണ്ടിനെന്റുകളൊക്കെ എത്തുമ്പോഴാണ്, എല്ലാ രാജ്യങ്ങളെയൊക്കെ അഫക്ട് ചെയ്യുമ്പോഴാണ് അതിനെ ഒരു പാൻഡമിക് എന്ന് പറയുന്നത്. ഒരു വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വലിയൊരു പോപ്പുലേഷൻ അഫക്ട് ചെയ്യപ്പെടുന്ന ഡിസീസുകളെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. സോ ഓർക്കാൻ എളുപ്പമാണ്, ഓർത്തോളം അതർ കൺട്രീസ്, അതുപോലെ അതർ കോണ്ടിനെന്റ്സ് എല്ലാം മറ്റു രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളെ ഒക്കെ അഫക്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു പാൻഡമിക് എന്ന് പറയുന്നത്. ഒരു എപ്പിഡമിക്കിനെ പാൻഡമിക് എന്ന് പറയുന്നത്. ഒരു വലിയൊരു പോപ്പുലേഷൻ അഫക്ട് ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു ജിയോഗ്രഫിക്കൽ ഒരു ഇന്റർനാഷണലി അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്, മറ്റു രാജ്യങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട്, മറ്റു കോണ്ടിനെന്റുകൾ അഫക്ട് ചെയ്യുന്നുണ്ട്. HIV, AIDS, COVID-19, പ്ലേഗ്, അതുപോലെ തന്നെ ഫ്ലൂ ഡിസീസ് ഇതുപോലെ ഇതിനു മുന്നേ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറ്റു രാജ്യങ്ങളെല്ലാം ഒരേ സമയത്ത് അഫക്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ഓർക്കാൻ എളുപ്പം നമുക്കിപ്പോ COVID-19 തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. കിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യനുകളാട്ടോ 4 ടെർമിനോളജികൾ ഓർക്കുക. എപ്പിഡമിക് സഡൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കേസസ് ആണ്. എൻഡമിക് എന്ന ഒരു സ്ഥലത്ത് കോൺസ്റ്റന്റ് ആയിട്ട് പ്രസൻസ് ആണ് ആ ഡിസീസ്. അടുത്ത സ്പൊറാഡിക് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ ചിന്നിച്ചെതിരി കിടക്കുകയാണ്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ വലിയൊരു പോപ്പുലേഷൻ, ഒരു വലിയൊരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ, അത് ഇന്റർനാഷണൽ മറ്റു രാജ്യങ്ങളെയും മറ്റു കോണ്ടിനെന്റുകളെ ഒക്കെ അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു പാൻഡമിക് എന്ന് പറയുന്നത്. സോ ഒരു ലാർജ് എപ്പിഡമിക്കിനെയാണ്, അല്ലെങ്കിൽ ഒരു ലാർജ് പോപ്പുലേഷൻ അഫക്ട് ചെയ്യുന്ന എപ്പിഡമിക്കിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. തെറ്റിപ്പോയത് എൻഡമിക് അല്ല, പാൻഡമിക് ആണ്. എപ്പിഡമിക് ആണ്, സോറി, എൻഡമിക് അല്ല, എപ്പിഡമിക് ആയിട്ട് ഒരു ലാർജ് എപ്പിഡമിക്കിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. തെറ്റിപ്പോരുത്, ലാർജ് എൻഡമിക് അല്ല. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, തെറ്റിപ്പോരുത് കേട്ടോ. യെസ്. സോ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട 1-2 എക്സാം ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണ് എക്സോട്ടിക് ഡിസീസ്, എന്താണ് എൻസുവോണോട്ടിക്, എന്താണ് എപ്പിസുവോണോട്ടിക്, എന്താണ് എപ്പോണ്ടിക്, എന്താണ് സുവോണോസിസ്, ഇങ്ങനെ കുറച്ച് ടെർമിനോളജി, ഇനി 1-2 ടെർമിനോളജി കൂടിയുണ്ട്. വളരെ കുറച്ച് എക്സാം പോയിന്റുകളാണ്, പക്ഷെ ഇതിനകത്തൊന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് JPHL എക്സാമിനും DME സ്റ്റാഫ് നേഴ്സ് PSCക്കും 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എക്സോട്ടിക് ഡിസീസ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട രോഗത്തെയാണ് എക്സോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക് ആ രോഗം വന്നതാണ്, കടന്നു കൂടിയതാണ്. സോ ഡിസീസസ് വിച്ച് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു എ കൺട്രി ഇൻ വിച്ച് ദേ യൂഷ്വലി ഡു നോട്ട് അതർവൈസ് ഓക്കർ. സോ അങ്ങനെ വരാതിരുന്നുവെങ്കിൽ ആ രാജ്യത്ത് ആ രോഗം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന രോഗത്തെയാണ് എക്സോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ 2 ബെസ്റ്റ് എക്സാമ്പിളുകളാണ്. യെല്ലോ ഫീവർ ഇൻ ഇന്ത്യയിൽ ആ രോഗം ഇന്ത്യയിൽ ഇല്ലാതിരുന്നതാണ്, രാജ്യത്ത് നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ റാബിസ് ഇൻ യുകെയിൽ റാബിസ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്, അവിടെ ആ രാജ്യത്തിൽ ഉണ്ടായ രോഗമല്ല. സോ 2 എക്സാം ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെക്കാം. എക്സോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഡിസീസിനെയാണ് എക്സോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാം ചോദിച്ചതാണ്. അടുത്തത് എൻസുവോണോട്ടിക്. എൻസുവോണോട്ടിക് എന്ന് പറയും, എന്ന് പറയും എൻഡമിക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. സുവോണോട്ടിക് എന്ന് പറഞ്ഞാൽ അനിമൽ പോപ്പുലേഷൻ, അല്ലെ? സുവോണോട്ടിക് അനിമൽ പോപ്പുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എൻസുവോണോട്ടിക് എന്ന് പറഞ്ഞാൽ an endemic disease limited to a small number of animals. എൻഡമിക് ഡിസീസ് ആണ്, അത് ഒരു സ്മോൾ നമ്പർ ഓഫ് അനിമൽ ഗ്രൂപ്പിനെയാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കും എൻസുവോണോട്ടിക്. അനിമൽസിനെ അഫക്ട് ചെയ്യുന്ന എൻഡമിക് ഡിസീസ് ആണ്, അത്രയും മാത്രം ഓർത്താൽ മതി. അടുത്തത് എപ്പിസുവോണോട്ടിക്. എപ്പി ആവുമ്പോ എപ്പിഡമിക് ആയി, എപ്പിഡമിക് സുവോണോട്ടിക്. എപ്പിസുവോണോട്ടിക് എന്ന് പറഞ്ഞാൽ എപ്പിഡമിക് ആണ്, ഔട്ട്ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ ആ എപ്പിഡമിക് ഓഫ് ഡിസീസ് ഇൻ അനിമൽ പോപ്പുലേഷൻ ആണ്. അനിമൽ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ഒരു എപ്പിഡമിക്കിനെയാണ്
എപ്പിസോണോട്ടിക് എന്ന് പറയുന്നത്. അനിമൽ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ഒരു എപ്പിഡമിക്കിനെയാണ് അല്ലെങ്കിൽ ഒരു ഔട്ട് ബ്രേക്കിനെയാണ് എപ്പിസോണോട്ടിക്. സോ എൻസോണോട്ടിക്കും എപ്പിസോണോട്ടിക്കും. ഓക്കെ, അടുത്തത് എപ്പോണ്ടിക്. അടുത്ത പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ എപ്പോണ്ടിക്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ എപ്പിഡമിക് അല്ലെങ്കിൽ ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസീസ് ഇൻ ബേർഡ് പോപ്പുലേഷൻ. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. പക്ഷികളിൽ ഉണ്ടാകുന്നതിനെയാണ് എപ്പോണ്ടിക് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. എപ്പോണ്ടിക് ആൻ ഔട്ട് ബ്രേക്ക് ഓർ എപ്പിഡമിക് ഓഫ് ഡിസീസ് ഇൻ ബേർഡ് പോപ്പുലേഷൻ. പക്ഷികളിൽ ഉണ്ടാകുന്നതാണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. എപ്പോണ്ടിക് ക്വസ്റ്റ്യൻ ആണ്, എക്സോട്ടിക്കും ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ സൂണോസിസ്. സൂണോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഫെക്ഷൻ ഓർ ഇൻഫെക്ഷ്യസ് ഡിസീസ് ട്രാൻസ്മിസിബിൾ അണ്ടർ നാച്ചുറൽ കണ്ടീഷൻ ഫ്രം വെർട്ടിബ്രേറ്റ് ആനിമൽസ് ടു മാൻ. വെർട്ടിബ്രേറ്റ് അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോസിസ് എന്ന് പറയുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. വെർട്ടിബ്രേറ്റ് അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക്, ഹ്യൂമൻ ബീയിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പകരുന്ന രോഗങ്ങളെയാണ് സൂണോസിസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് 3 വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സോട്ടിക്, എപ്പോണ്ടിക്, ദെൻ സൂണോസിസ്. 3ഉം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആട്ടോ, നോട്ട് ചെയ്യണം. അതെ, ഇനി ഒരു 3 ടെർമിനോളജി കൂടെ പഠിച്ചാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് അതിന്റെ ഒരു 13ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ, കംപ്ലീറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആന്ത്രപ്പോസൂണോസിസ്. ആന്ത്രപ്പോസൂണോസിസ് എന്ന് പറയുന്നത്, ആന്ത്രപ്പോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ. സൂണോസിസ് മീൻസ് സൂണോസ് അനിമൽസ് ആണ്. അപ്പോൾ ആന്ത്രപ്പോസൂണോസിസ് ഓർക്കാൻ എളുപ്പമാണ്. ആന്ത്രപ്പോ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ, ഹ്യൂമൻ ബീയിങ്. അതായത് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ഫ്രം അനിമൽസ് ടു മാൻ ആണ്. സൂ എന്ന് പറയുന്ന അനിമൽസിനെയാണ്, ആന്ത്രപ്പോ എന്ന് പറയുന്നത് മാനാണ്. ആദ്യം കിടക്കുന്ന ആരാ? ആന്ത്രപ്പോയാണ്, മാൻ. അപ്പോ ഓർക്കേണ്ടത് മാനിനാണ് ഇവിടെ അസുഖം ഉണ്ടാകുന്നത്. മൃഗങ്ങളിൽ നിന്ന്, അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്കാണ് ഈ രോഗങ്ങൾ പകരുന്നത്. ദാറ്റ് ഇസ് ആന്ത്രപ്പോസൂണോസിസ്. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന 1-2 രോഗങ്ങൾ പറഞ്ഞേ. ഏറ്റവും ഇമ്പോർട്ടന്റ് റാബിസ് ആണ് അല്ലെ, റാബിസ്. അതുപോലെ പ്ലാഗ്, ആന്ത്രാക്സ്, റൈഡാറ്റിക് ഡിസീസ്, ലെപ്റ്റോസ്പൈറോസിസ്, ബ്രൂസെല്ലോസിസ്, അതുപോലെ ആർബോ വൈറൽ ഇൻഫെക്ഷൻസ്, ക്യൂ ഫീവർ. ക്യൂ ഫീവർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോരുത്. സോ ഇതെല്ലാം ആന്ത്രപ്പോസൂൺ. ആന്ത്രപ്പോ ആദ്യം മാനാണ് ഇരിക്കുന്നത്, ആന്ത്രപ്പോ ആണ്. അപ്പം അനിമൽസിൽ നിന്ന് മാൻ, ഹ്യൂമൻ ബീയിങ്ങിനെ പകരുന്ന രോഗങ്ങളെയാണ് ആന്ത്രപ്പോസൂണോസിസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി സൂ ആന്ത്രപ്പോണോസിസ്. സൂ ആന്ത്രപ്പോണോസിസ് അതായത് ആദ്യം ഇരിക്കുന്ന ആള് സൂ ആണ് അല്ലെ. സൂ ആവുമ്പോ എന്തായിരിക്കും? മനുഷ്യരിൽ നിന്ന്, ആന്ത്രപ്പോയിൽ നിന്ന്, മാനിൽ നിന്ന് അനിമൽസിലേക്കായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ടി ബി, കാറ്റിൽ ടി ബി, ബൊവൈൻ ടി ബി, തെറ്റിപ്പോയത് ഹ്യൂമൻ ടി ബി ഇൻ കാറ്റിൽ, കാറ്റിൽസിന് അഫക്ട് ചെയ്യുന്ന ടി ബി. ഇത് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സൂ ആന്ത്രപ്പോണോസ് ഓർക്ക, സൂ മൃഗങ്ങൾക്കായിരിക്കും അഫക്ട് ചെയ്യുന്നത്, മനുഷ്യരിൽ നിന്ന്. ആംഫിസീനോസിസ്. ആംഫിസീനോസിസ് എന്ന് പറയും, ഇപ്പൊ നമ്മൾ തൊട്ടുമുന്നേ പഠിച്ചു, ഒന്ന് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും ഒന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുമാണ്. ഇത് 2 രീതിയിലും നടക്കും. ദാറ്റ് ഈസ് ആംഫിസീനോസിസ്. ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ഇൻ എയ്തർ ഡയറക്ഷൻ ബിറ്റ്വീൻ അനിമൽസ് ആൻഡ് മാൻ. മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക്, അവിടെ മൃഗങ്ങൾ മനുഷ്യരിലേക്ക്, 2 ഡയറക്ഷനിൽ ട്രാൻസ്മിഷൻ നടക്കാം. അങ്ങനെയുള്ള രോഗങ്ങളെയാണ് ആംഫിസീനോസിസ് എന്ന് വിളിക്കുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ആംഫിസീനോസിസ് അതിന് എക്സാമ്പിൾ ആണ് ട്രിപ്പനോസോമ ക്രൂസി, ഷീസ്റ്റോസോമ ജാപ്പനിക്ക. ട്രിപ്പനോസോമിയാസിസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കൽ ഡിസീസിൽ പഠിക്കുന്ന കണ്ടീഷൻ ആണ്, മറന്നു പോകരുത്. ഓരോന്നും കോസറ്റ് ഏജന്റും വെക്ടറും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും ടെർമിനോളജിയിലാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പിഡമിയോളജിയിൽ, മറന്നു പോകരുത്. എന്താണ് എപ്പിഡമിക്, എന്താണ് എൻഡമിക്, എന്താണ് സ്പൊറാഡിക്, എന്താണ് പാൻഡമിക്. മാറി ക്വസ്റ്റ്യൻ ചോദിക്കും. JPH 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1-2 മാർക്ക് ഈ ഇത്രയും ടെർമിനോളജി നൽകി. പിന്നെ എക്സോട്ടിക് ഡിസീസ് മറന്നു പോകരുത്. എൻസൂണോട്ടിക്, എപ്പിസൂണോട്ടിക്, എപ്പോണ്ടിക്, സൂണോസിസ്, ആന്ത്രപ്പോസൂണോസിസ്, സൂ ആന്ത്രപ്പോണോസിസ്, ആംഫിസീനോസിസ്. ഇത്രയും ടെർമിനോളജി നമ്മൾ പഠിച്ചത്. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു 13ഓളം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തിയറി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും ഓരോ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കമന്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നോക്കുക ഈ 13 ചോദ്യങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഓരോ ടോപ്പിക്കും പഠിക്കുന്നു. ആ ടോപ്പിക്ക് പഠിക്കുന്നു,
അത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡറിനകത്ത് ആ ടോപ്പിക്കിന്റെ ഇത്ര കുഞ്ഞു ടോപ്പിക്കാണ് നിങ്ങൾക്കറിയാം, ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ് കംപ്ലീറ്റ് ഓൾ ഇന്ത്യ നഴ്സിംഗ് എക്സാമുകളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്ലിക്കേഷനിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കുഞ്ഞു ടോപ്പിക് പഠിച്ചാൽ അതിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക. എനിക്ക് ആ പഠിച്ചതെന്ന് കംപ്ലീറ്റ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിലാണ് നമ്മൾ ആ കോച്ചിങ് ക്ലാസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. യെസ്. സോ ഇനി ഒരു 13 പ്രീവിയസ് എക്സാം ചോദ്യങ്ങളാണ്. സോ നിങ്ങൾ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്, 100% മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് occurrence of a disease in a haphazard and irregular pattern is known as. Kerala PSC question ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ക്വസ്റ്റ്യൻ, എയിംസ് നോർസെറ്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. Occurrence of a disease in a haphazard and irregular pattern is known as endemic, epidemic, sporadic, pandemic. ഏത് ആൻസർ? ഒരു ഡൗട്ട് ഉണ്ട്. ഹഫാസാഡ് എന്ന വേർഡും ഉണ്ട് ക്ലൂ ആയിട്ട്, ഇറഗുലർ പാറ്റേൺ എന്ന വേർഡും ക്ലൂ ആയിട്ട് നമുക്കുണ്ട്. ഒരു ഡൗട്ടും വേണ്ട. അവിടെ ഇവിടെ ആയിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന രോഗങ്ങൾ, ദാറ്റ് ഈസ് സ്പൊറാഡിക് ആണ് അല്ലെ. സ്പൊറാഡിക് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഒരു ഡൗട്ടും ആർക്കും വേണ്ട, സ്പൊറാഡിക് ആണ്. രണ്ടാമത്തെ ചോദ്യം, when a disease affect a large number of people in a community at the same time and during the same season, then it is called as. When disease affect a large number of people in a community at the same time and during the same season, then it is called. Kerala PSC question ആണ്, അതുപോലെ എയിംസ് നോർസെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. എൻഡമിക്, എപ്പിഡമിക്, പ്രിവാലൻസ്, ഇൻസിഡൻസ്, ഏതാണ് ആൻസർ? ഇവിടെ രണ്ട് ക്ലൂ ആണ്. ഒന്ന്, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ അഫക്ട് ചെയ്യുന്നു ഇൻ എ കമ്മ്യൂണിറ്റി അറ്റ് ദ സെയിം ടൈം. അല്ലെ, ഒരേ സമയത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു രോഗം വളരെയധികം ആൾക്കാരെ അഫക്ട് ചെയ്യാണ്. എന്തായിരിക്കും? സഡൻ നമ്പർ ഓഫ് കേസസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ലാർജ് നമ്പർ ഓഫ് കേസസ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഈസ് എപ്പിഡമിക് ആണ് അല്ലെ. എപ്പിഡമിക് ആണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, എപ്പിഡമിക്. മൂന്നാമത്തെ ചോദ്യം, കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ റെഫർ ടു. കേരള PSC ക്വസ്റ്റ്യൻ ആണ്, MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, എയിംസ് പാർട്ട്ണർ 2020 എക്സാം ചോദ്യം കൂടിയാണ്. കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഇൻ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയ. എപ്പിഡമിക്, എൻഡമിക്, സ്പൊറാഡിക്, പാൻഡമിക്. ഒരു ഡൗട്ട് വേണ്ട, കോൺസ്റ്റന്റ് പ്രസൻസ് എന്ന വാക്ക് കേട്ടാൽ അപ്പൊ തന്നെ എഴുതിക്കൊള്ളണം, ദാറ്റ് ഈസ് എൻഡമിക് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും കറക്റ്റ് അല്ലേ? ആർക്കെങ്കിലും തെറ്റിപ്പോയോ? ഇല്ല. യെസ്, എൻഡമിക്. ഫോർത്ത് ചോദ്യം, sudden outbreak of disease occurrence over very wide area may cover international boundaries affecting large number of people. MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു DSSSB 2019 എക്സാം ക്വസ്റ്റ്യനുമാണ്. എൻഡമിക്, പാൻഡമിക്, എപ്പിഡമിക്, സ്പൊറാഡിക്. ഏതാണ് ആൻസർ? രണ്ട് ക്ലൂ ആണ് അല്ലെ. ഓവർ വെരി വൈഡ് ഏരിയ, അതുപോലെ തന്നെ മേ കവർ ഇന്റർനാഷണൽ ബൗണ്ടറീസ്, മറ്റ് രാജ്യങ്ങളെയൊക്കെ അഫക്ട് ചെയ്യാണ്. ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് പാൻഡമിക് ആണ്. ഓപ്ഷൻ ബി പാൻഡമിക് അല്ലെ. മറ്റ് രാജ്യങ്ങളൊക്കെ അഫക്ട് ചെയ്യുന്നു, വലിയൊരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ അഫക്ട് ചെയ്യുന്നു, വലിയൊരു പോപ്പുലേഷൻ അഫക്ട് ചെയ്യുന്നു. മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് പാൻഡമിക്. അഞ്ചാമത്തെ ചോദ്യം, disease occurring at the same time in different countries is known as. Disease occurring at the same, ഒരേ സമയത്ത് ഒരേ രോഗം ഡിഫറെന്റ് കൺട്രീസ്, വിവിധ രാജ്യങ്ങൾ ഒരേ സമയം ഉണ്ടാവുകയാണ്. ഇതിന് പറയുന്ന പേരെന്താണ്? PSSB 2019 എക്സാം, PG സ്റ്റാഫ് നേഴ്സ് 2017 എക്സാം ക്വസ്റ്റ്യൻ ആണ്. എൻഡമിക്, എപ്പിഡമിക്, പാൻഡമിക്, സ്പൊറാഡിക്. ഏതാണ്? ഡിസീസ് ഒക്കറിങ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം ഡിഫറെന്റ് കൺട്രീസിലും, ഒരേ സമയത്ത് പല രാജ്യങ്ങൾ അഫക്റ്റ് ആവുകയാണ്. ഏതായിരിക്കും? പല രാജ്യങ്ങൾ ഒരേ സമയം അഫക്റ്റ് ആവുകയാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഈസ് പാൻഡമിക് ആണ്. COVID-19 ഓർത്താൽ മാത്രം മതി. COVID-19 പാൻഡമിക്. ഓപ്ഷൻ സി ആണ് എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, disease which is imported into a country in which it does not otherwise occur is called.
MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. എക്സോട്ടിക്, എപ്പിസോട്ടിക്, എൻഡമിക്, പാൻഡമിക്. ഏതാണ്? ഇമ്പോർട്ടഡ് ഇൻ ടു എ കൺട്രി. ഒരു ഡൗട്ടും വേണ്ട, ഒരു രാജ്യത്തിൽ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട രോഗത്തെ വിളിക്കുന്ന പേരാണ് എക്സോട്ടിക് ഡിസീസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് ഇൻ ബാഡ് പോപ്പുലേഷൻ ഈസ് കോൾഡ്. MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. എപ്പിഡമിക്, എൻഡമിക്, എപ്പോണ്ടിക്, സൂഡോസിസ്. ഏതാണ്? ബാഡ് പോപ്പുലേഷൻ, ഒരു ഡൗട്ടും വേണ്ട, എപ്പോണ്ടിക് ആണ്. ഓപ്ഷൻ സി, എപ്പോണ്ടിക്. ഓപ്ഷൻ സി, എപ്പോണ്ടിക്. എട്ടാമത്തെ ചോദ്യം. An infection or infectious disease transmissible under natural conditions from vertebrate animals to man. വെർട്ടിബ്രേറ്റ് അനിമൽസിൽ നിന്നും മനുഷ്യരിലേക്ക്, മാനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രോഗങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? സൂഡോസിസ്, എപ്പിഡമിക്, എൻഡമിക്. ഒരു ഡൗട്ടും വേണ്ട, മൃഗങ്ങളിൽ നിന്ന്, വെർട്ടിബ്രേറ്റ് അനിമൽസിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ദാറ്റ് ഈസ് സൂഡോസിസ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 9ാമത്തെ ചോദ്യം. Which among the following is anthropo-zoonotic disease? TB, rabies, Ebola, polio. ആന്ത്രപ്പോസൂണോട്ടിക് ആണ് അല്ലെ? ആന്ത്രപ്പോസൂണോട്ടിക്. ആന്ത്രപ്പോയാണ് ആദ്യം വരുന്നത്. ആന്ത്രപ്പോ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. സോ ഹ്യൂമൻ ബീയിങ്ങിലേക്ക് പകരുന്ന രോഗമാണ് ആരിൽ നിന്ന്? അനിമൽസിൽ നിന്ന്. അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഏത്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് റാബിസ് ആണ് അല്ലെ? ഓപ്ഷൻ ബി, റാബിസ്. ഒരു ഡൗട്ടും വേണ്ട. 9 ചോദ്യങ്ങൾ കഴിഞ്ഞു. 10ാമത്തെ ചോദ്യം. എൻഡമിക് ഡിസീസ് ഈസ്. MSc എൻട്രൻസ് ചോദ്യമാണ്. മലേറിയ, ഗ്യാസ്ട്രോഎന്ററൈറ്റിസ്, ഫുഡ് പോയിസണിങ്, ഗോയിറ്റർ. ശരിക്കും പറയുന്നത് കറക്റ്റ് ആൻസർ ഗോയിറ്റർ ആണ് അല്ലെ? ഗോയിറ്റർ ആണ്. പക്ഷെ ഗോയിറ്റർ ആണെങ്കിലും മലേറിയയും ഒരു എൻഡമിക് ഗ്രൂപ്പിൽ തന്നെ പെടുന്ന രോഗം തന്നെയാണ് കേട്ടോ. അത് വരുന്നുണ്ട്. ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്ന എൻഡമിക് ഡിസീസിൽ ഉൾപ്പെടുന്നതാണ് മലേറിയ ഉൾപ്പെടുന്നത്. എങ്കിലും ഇതിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഗോയിറ്റർ ആണ്. ഗോയിറ്റർ ആണ്. 11ാമത്തെ ചോദ്യം. When an epidemic appears simultaneously or successively in more than one country is called. ഒരു എപ്പിഡമിക് സൈമൾട്ടേനിയസ്ലി സക്സസീവ്ലി മോർ ദാൻ വൺ കൺട്രി, ഒന്നിലധികം രാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഒന്നിലധികം രാജ്യങ്ങളാകുമ്പോൾ ഓപ്ഷൻ എ എപ്പോണ്ടിക്, ഓപ്ഷൻ ബി പാൻഡമിക്, ഓപ്ഷൻ സി എൻസോട്ടിക്, ഓപ്ഷൻ ഡി സ്പൊറാഡിക്. ഇതാണ് ഒന്നിലധികം രാജ്യങ്ങൾ വരുമ്പോ ആൻസർ എന്ന് പറയുന്നത് പാൻഡമിക് ആണ്. ഓപ്ഷൻ ബി, പാൻഡമിക് ആണ്. എപ്പിഡമിക് മോർ ദാൻ വൺ കൺട്രീസ് ഒക്കെ അഫക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കും പാൻഡമിക് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം. പാൻഡമിക് ഈസ് ഡിഫൈൻഡ് ആസ് endemic in small population, endemic in large population, epidemic in small population, epidemic in large population. ഏതാണ്? പാൻഡമിക്. എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻഡമിക് എന്ന് എടുക്കരുത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പാൻഡമിക് എന്ന് കേൾക്കുന്നു, ഇറ്റ് ഇസ് ആൻ എപ്പിഡമിക് ആണ്. എപ്പിഡമിക് ഒരു ലാർജ് പോപ്പുലേഷൻ അഫക്ട് ചെയ്യുന്ന എപ്പിഡമിക്കിനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എപ്പിഡമിക് ഇൻ ലാർജ് പോപ്പുലേഷൻ. ക്ലിയർ? എപ്പിഡമിക് ലാർജ് പോപ്പുലേഷൻ ആൻസർ. സോ ലാസ്റ്റ് ചോദ്യം, 13ാം ചോദ്യം. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഈ ഒരു ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ 3 കണ്ടീഷൻ ഒറ്റയടിക്ക് ആൻസർ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. The following are the disease frequencies in a population based on the number of cases. Which of the following is a correct answer? Situation 1 അല്ലെങ്കിൽ disease 1. Number of cases last week 52, this week 53. Disease 2, രണ്ടാമത്തെ രോഗം. Number of cases last week 3, this week 52. Disease 3, മൂന്നാമത്തെ രോഗം. Number of cases last week 7, this week 1. അങ്ങനെ താഴെ ഈ ഓരോ ഡിസീസസ് ഏതൊക്കെ സാഹചര്യത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. എൻഡമിക്, എപ്പിഡമിക്, സ്പൊറാഡിക് അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓർഡർ മാറ്റിയിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആദ്യം മനസ്സിലാക്കുക? ഓക്കെ, ഡിസീസ് 1 നോക്കി. നമ്പർ ഓഫ് കേസസ് ലാസ്റ്റ് വീക്ക് 52 ആണ്, ദിസ് വീക്ക് 50. ആകെ ഒരു കേസേ കൂടിയിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ ആഴ്ച എത്ര കേസുകൾ ഉണ്ടായിരുന്നോ അത്രയും ഓൾമോസ്റ്റ് കേസ് ഇത്തവണയുണ്ട്. സോ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ആണ് അല്ലെ? കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്? എൻഡമിക് ആണ് അല്ലെ? എൻഡമിക് ആണ്. കാരണം കോൺസ്റ്റന്റ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് അതേ കേസിന്റെ എണ്ണം ഇപ്പോഴും ഉണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിയേ. നമ്പർ ഓഫ് കേസസ് ലാസ്റ്റ് വീക്ക് 3,
ദിസ് വീക്ക് 52. ലാസ്റ്റ് സ്റ്റേജിൽ 3 കേസ് ആയിരുന്നു, ഇപ്പൊ 52 കേസസ് ആയി. സഡൻ ഇൻക്രീസ് ആണ് അല്ലെ. സഡൻ ഇൻക്രീസ് വരുന്ന ഏതാണ്? എപ്പിഡമിക് ആണ്. എപ്പിഡമിക്. മൂന്നാമത്തെ നോക്കിയേ, നമ്പർ ഓഫ് കേസസ് ലാസ്റ്റ് വീക്ക് 7, ദിസ് വീക്ക് 1 ആണ്. കഴിഞ്ഞ ആഴ്ച 7 ഉണ്ടായിരുന്നു, അത് കുറഞ്ഞിപ്പോ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. കേസ് കുറഞ്ഞ ആ ഒരു കേസ് ഉള്ളത്, ആരും ഒരു ഡൗട്ടും വേണ്ട, അത് സ്പൊറാഡിക് ആണ്. സ്പൊറാഡിക്. ക്ലിയർ ആണോ? ഇപ്പൊ നോക്കി, ഇനി ഓപ്ഷൻ നോക്കി. ഒന്നാമത്തെ സിറ്റുവേഷൻ എൻഡമിക് ആണ്, രണ്ടാമത്തത് എപ്പിഡമിക്, മൂന്നാമത്തത് സ്പൊറാഡിക്. ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? കണ്ട, ഇത് വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ മനസ്സിലാവും. ലാസ്റ്റ് വീക്ക് 52, ഇപ്പോഴും ഓൾമോസ്റ്റ് 52 ഉണ്ട്, 53 എൻഡമിക് ആണ്. ലാസ്റ്റ് വീക്ക് 3 കേസ് ഉണ്ട്, ഇപ്പൊ പെട്ടെന്ന് 52 കേസായിട്ട് മാറി. അതേതാണ്? എപ്പിഡമിക് ആണ്. നമ്മുടെ കേസ് 7 ഉണ്ടാവും, അത് കുറഞ്ഞ 1 ആയിട്ട് മാറി, സ്പൊറാഡിക് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? യെസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു ടോപ്പിക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ JPHN എക്സാമിന് മിനിമം 2 മാർക്ക്, അല്ല DME സ്റ്റാഫിനെ സ്പേസ് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ നന്നായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കാം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. സോ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്, എല്ലാ സബ്ജക്ട്സും പഠിച്ചു തീർക്കാം. സോ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ DME സ്റ്റാഫിനെ CSE ലാസ്റ്റ് ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനി സമയം കളയാനില്ല. നിങ്ങൾ ഒന്നുകൂടി ഓർക്കുന്നത്, എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കാം. JPHN സ്റ്റാഫിനെ JPHNന്റെ അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 26 എക്സാം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് JPHN എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നന്നായിട്ട് പഠിക്കുക. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് പുതിയ ലേണിംഗ് ആപ്പ് നേഴ്സസ് സക്സസ് മാജിക്, അതിന്റെ പുതിയ അപ്ഡേറ്റഡ് ആപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ ഒരു തവണ നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റിനോടൊപ്പം നേഴ്സസ് സക്സസ് മാജിക്കിന്റെ പുതിയ അപ്ഡേറ്റഡ് കേരളത്തിലെ ഏറ്റവും മികച്ച ആപ്പിനോടൊപ്പം നിങ്ങൾ ഒരു 50% നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ JPHN എക്സാമിലും DME സ്റ്റാഫിനെ CSE പരീക്ഷയിലും നിങ്ങൾക്ക് മാജിക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ 100% ഗ്യാരണ്ടി തരികയാണ്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന സമയം കളയരുത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 4 അല്ലെങ്കിൽ 5 ക്ലാസ് ലൈവ് ക്ലാസ് വരുന്നുണ്ട്. എന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ അടുത്ത ദിവസം ആപ്ലിക്കേഷനിൽ കിട്ടും. തിയറി നോട്ട് നിങ്ങൾക്ക് നമ്മുടെ തിയറി നോട്ട്സ് ഫോൾഡറിൽ PDF ആയിട്ട് തന്നെ അവൈലബിൾ ആകും. വെറുതെ തിയറി ക്ലാസ് അല്ല നമ്മുടെ ക്ലാസ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോ ടോപ്പിക് പഠിച്ച എന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് 20,000-അധികം ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ അവൈലബിൾ ആണ്. ഇനി ഒരു 10,000 ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ 2-3 ടോപ്പിക് ചേർന്ന് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ 25 ക്വസ്റ്റ്യൻസിന്റെ യൂണിറ്റ് എക്സാംസ് ഉണ്ട്. ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ ഓരോ സബ്ജക്ട് 10 മോഡൽ എക്സാംസ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻ വെച്ച് 500-ലധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു കേരള എക്സാം, ഒരു കേന്ദ്ര ഗവൺമെന്റ് എക്സാം, ഒരു മറ്റു സംസ്ഥാനങ്ങളിലെ PSC MSc എൻട്രൻസ്, പോസ്റ്റ് PSC എൻട്രൻസ്, സ്പെഷ്യാലിറ്റി എന്ന ക്വസ്റ്റ്യൻ പേപ്പർ, 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അത് ആഴ്ചയിൽ ഒരു OMR എക്സാം അറ്റൻഡ് ചെയ്യണം, ഒരു സബ്ജക്ട് ഫയൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. കൂടാതെ നിങ്ങൾക്ക് എല്ലാ മാസവും മോഡൽ പരീക്ഷയുണ്ട്. പിന്നെ ഇതുകൂടാതെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അല്ലെ. പ്രീവിയസ് പഠിക്കുന്ന ടോപ്പിക്കുകളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തിയറി നോട്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾ ഇന്നും ഒരു തവണ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് ഉറപ്പായിട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഞങ്ങൾ അതിന് അനുഭവസ്ഥരാണ്. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി മാത്രം ജോയിൻ ചെയ്യാം. ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റിനോടൊപ്പം നമ്മുടെ പുതിയ ആപ്പിനോടൊപ്പം ഒന്ന് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം ഉറപ്പായിട്ട് സാധ്യമാക്കാൻ കഴിയും. എത്രയും വേഗം പഠിച്ചു തുടങ്ങുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക, കംപ്ലീറ്റ് സിലബസ് അറിഞ്ഞ് തന്നെ പഠിക്കുക കേട്ടോ. പഠിക്കുന്ന ഒരാൾക്കും ഒരിക്കലും തോൽക്കേണ്ടി വരില്ല. ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം അവർക്ക് നേടിയിരിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു ഡൗട്ടും ആർക്കും വേണ്ട. സോ അതിന് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് അതിന് കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.